CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ തോൽപ്പിച്ച് 16ാം ലോക്സഭയിൽ കൊല്ലത്തെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുന്ന RSPയുടെ ശ്രീ NK പ്രേമചന്ദ്രനാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. സോ വെൽക്കം. 37,649 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ വിജയരഹസ്യം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ താങ്കളുടെ പ്രതിയോഗിയായ MA ബേബിയുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? MA ബേബിയുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ വിജയത്തിന് ആധാരമായിട്ടുള്ള കാരണങ്ങളാണ്. അത് വളരെ പ്രധാനമായും ഞങ്ങൾ കൂടുതൽ ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF, അതോടൊപ്പം പുതുതായി മുന്നണിയുടെ ഭാഗമായി തീർന്ന RSP, അങ്ങനെ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ സമവാക്യവും ഐക്യവും നല്ലതുപോലെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി ഞാൻ കരുതുന്നത്, വിലയിരുത്തുന്നത്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ LDFന് ലഭിച്ച വോട്ടിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകം RSPയുടേതായിരുന്നു എന്നുള്ളത് അസന്നിഗ്ധമായി ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ UDFും RSPയും തമ്മിലുള്ള പുതിയ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഒന്ന്. രണ്ട്, വളരെ പ്രധാനമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും രാജ്യത്ത് പൊതുവെയും തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് വിലയിരുത്തിയാൽ ഒരു കാര്യം ബോധ്യപ്പെടും. നിഷ്പക്ഷ സമൂഹം, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നൊരു വലിയ സമൂഹം, രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് കക്ഷി മുന്നണി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നൊരു വലിയ വിഭാഗം ജനസമൂഹം നമ്മുടെ ഇലക്ട്രേറ്റിൻ്റെ ഭാഗമായി, സമ്മതിദായക സമൂഹത്തിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കാൻ പല കാരണങ്ങളാൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. എൻ്റെ അഭിപ്രായത്തിൽ MA ബേബിയുടെ പരാജയ കാരണത്തെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടത് ഞാനല്ല, അവരും അവരുടെ പാർട്ടിയുമാണെങ്കിൽ പോലും അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയായി ഞാൻ മനസ്സിലാക്കുന്നത്, അവർ തുടക്കം മുതൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അപവാദ പ്രചരണത്തിലൂടെ സ്ഥാനാർത്ഥിയെ ദുർബലപ്പെടുത്തി മുന്നണിയെ പരാജയപ്പെടുത്താനാണ് പരിശ്രമിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ ഓൾറെഡി അവർ ഇത് വിലയിരുത്തി കഴിഞ്ഞു. അവർ രാഷ്ട്രീയ കാരണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം RSP ഒപ്പം നിർത്താൻ കഴിയാതെ പോയത് ബേബിയുടെ പരാജയത്തിന് കാരണമായി എന്നാണ്, രാഷ്ട്രീയ കാരണങ്ങളാണ്. താങ്കൾ സൂചിപ്പിച്ചതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായി താങ്കൾ പറഞ്ഞ വിജയത്തിന് ആധാരമായി താങ്കൾ കണ്ട RSPയുടെ പുനരേകീകരണം. താങ്കൾ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. RSPയുടെ പുനരേകീകരണം ശരിയായിരുന്നുവെന്നും RSPകൾ നിൽക്കേണ്ടത് UDF ചേരിയിലാണെന്നും ശ്രീ NK പ്രേമചന്ദ്രൻ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇല്ല, LDF മുന്നണിയിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കാര്യമായ അസ്തിത്വവും വ്യതിരിക്തതയും നിലനിർത്തിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് CPM പുലർത്തിപ്പോരുന്ന ഒരു അപ്രമാദിത്വത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്, ഏകപക്ഷീയതയുടെ രാഷ്ട്രീയമുണ്ട്. അവർ വിശാലമായ വീക്ഷണത്തോടുകൂടി മുന്നണിയെ കെട്ടുറപ്പോടുകൂടി നയിക്കാൻ കൂടെയുള്ള കക്ഷികളെ പലപ്പോഴും അവർക്കൊരു താളം തെറ്റിയാൽ, അവർക്കൊരു ദൗർബല്യം സംഭവിച്ചാൽ, വീഴ്ച സംഭവിച്ചാൽ കൈത്താങ് കൊടുത്ത് സംരക്ഷിക്കേണ്ടവരാണ് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. ഇവിടെ കൈത്താങ് കൊടുത്ത് സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് ആ പാർട്ടിയെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ ആ പരിശ്രമമാണ് പലപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിൽ CPM സ്വീകരിച്ചിട്ടുള്ളത്. RSPക്ക് വളരെ വലിയ ഇടത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഇടത് രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയും ചെയ്തൊരു വലിയ പാരമ്പര്യം RSPക്കുണ്ട്. ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് RSPയുടെ പുനരേകീകരണം സാധ്യമാവുകയും അസ്തിത്വം നിലനിർത്തുവാനും സ്വത്വം നിലനിർത്തുവാനും ഏറ്റവും നല്ലത് എതിർചേരിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് UDFൽ അല്ലെങ്കിൽ LDFൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അധികാരത്തിനും അപ്പുറത്ത് ഈ അസ്തിത്വം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും രാഷ്ട്രീയ ധ്രുവീകരണം നടന്നിട്ടുള്ളൊരു സംസ്ഥാനം വേറെയില്ല. ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പ്രായോഗികമായ സമീപനം സ്വീകരിക്കുമ്പോൾ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് ഇവിടെ പൊതുവായി അംഗീകരിക്കപ്പെട്ടുള്ള, അല്ലെങ്കിൽ അധികകാലം നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഞാനത് വളരെ തുറന്നു തന്നെ സമ്മതിക്കുന്നു. അവിടെ UDFുമായി നയപരമായിട്ടുള്ള നിരവധി വിയോജിപ്പുകൾ ഉണ്ട് എന്നുള്ള വസ്തു നിലനിൽക്കുമ്പോൾ തന്നെ ഈ LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കനത്ത നിഷേധാത്മകമായിട്ടുള്ള നിലപാട്. പിന്നെ ഗോപീഷ്ണൻ, ഒരു പ്രശ്നം ഇനി ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ. എന്താണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം? CPM പിന്തുണയ്ക്കുന്നതും CPM പറയുന്നതും മാത്രമാണോ ഇടതുപക്ഷ രാഷ്ട്രീയം? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ എന്ത് ഇടതുപക്ഷ സമീപനമാണ്, വർഗപരമായ വീക്ഷണമാണ് CPM ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ ബലം കൊണ്ടും ബഹുജനാടിത്തറ കൊണ്ടും CPM വലിയ പാർട്ടി ആയതുകൊണ്ട്, CPM മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട്
CPM പറയുന്നതും തീരുമാനിക്കുന്നതും മാത്രമാണ് ഇടതുപക്ഷ നയം നിലപാട് എന്ന നിലയിലേക്കാണ് കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയം നീങ്ങുന്നത്. അപ്പോൾ CPM ആണ് ഇടതുപക്ഷത്തിൻ്റെ ജിഹ്വ, അല്ലെങ്കിൽ CPM പറയുന്നതാണ് ഇടതുപക്ഷ നയം സമീപനം എന്ന നിലയിൽ ഒരു കാഴ്ചപ്പാട് കുറേ കാലമായുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ, ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. ശരി, വ്യക്തിപരമായ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ പരനാറി പരാമർശവും അതിലുൾപ്പെടും. ഇത് വിജയത്തിന് എത്ര ശതമാനം സംഭാവന ചെയ്തിട്ടുണ്ട്? ശതമാനത്തിൻ്റെ കണക്ക് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിന് കേവലം 5 ദിവസമുള്ളപ്പോഴാണ് കൊല്ലത്ത് വന്ന് 3 പൊതുയോഗങ്ങളിൽ തുടർച്ചയായി പ്രസംഗിക്കുന്നത്. അഞ്ചാലും മൂടും, കുണ്ട്രയും തേവലക്കരയും. ഈ 3 യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഓരോ യോഗം കഴിയും തോറും ഈ പദപ്രയോഗത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ വളരെ ബോധപൂർവമായി പറഞ്ഞതെന്നത് പിന്നീട് അത് മാത്രവുമല്ല, ഇത് തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നൊരു പ്രാവശ്യം തിരുത്തി. ഞാൻ അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയല്ല ഉദ്ദേശിച്ചത്, സ്വയം മാധ്യമങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയും സ്വയം മാധ്യമങ്ങൾ ചാർത്തി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം വീണ്ടും കണ്ണൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ ബോധപൂർവമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചുരുക്കി പറഞ്ഞാൽ ഈ 4-5 ദിവസക്കാലം ഈ പ്രയോഗം കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായി മാറി. ഇപ്പോൾ CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം തന്നെ വിലയിരുത്തി 20 മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രതികരണം നല്ലതുപോലെ എതിരായി ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നല്ല പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ പരനാറി പ്രയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാറിയിട്ടില്ല. കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള വോട്ടേഴ്സുള്ള മണ്ഡലമാണ് കൊല്ലം. ഇതുപോലൊരു സ്ഥലത്ത് പരനാറി പോലെയുള്ള ഒരു പ്രയോഗം കൊണ്ടുവന്നാൽ അത് പ്രതികൂലമായി ബാധിക്കും എന്നറിയാനുള്ള രാഷ്ട്രീയ ബോധം ഉള്ള വ്യക്തിയല്ലേ ശ്രീ പിണറായി വിജയൻ? അദ്ദേഹം അങ്ങനെ ബോധപൂർവം ഒരു പ്രയോഗം നടത്തുമോ? എനിക്കതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായി ഒന്നും പറയാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹം ബോധപൂർവമാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപക്ഷേ അടങ്ങാനാവാത്ത പ്രതിഷേധത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതികരണമായി നമുക്കതിനെ വിലയിരുത്താം. അല്ലാതെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇപ്പോൾ ധാരാളം നടക്കുന്നുണ്ട്, അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, ഇത് എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അല്ലെങ്കിൽ ഇത് എന്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യമാണ്, എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാരെ കേരളം കണ്ടിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചത് രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരെ മറ്റെന്ത് വിളിക്കുമെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയമല്ലേ. മാത്രവുമല്ലല്ലോ, പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനല്ലല്ലോ മുന്നണി മാറിയത്, എൻ്റെ പാർട്ടിയല്ലേ മുന്നണി മാറിയത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഐകകണ്ഠേന എടുത്ത പൊതുവായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ RSP മുന്നണി വിട്ടു. അല്ലാതെ പ്രേമേന്ദ്രൻ ഒറ്റയ്ക്ക് മുന്നണി മാറിയെങ്കിൽ ഈ പറയുന്നത് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ആ പാർട്ടിയുടെ തീരുമാനത്തിന്, സംഘടനാപരമായ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണുള്ളത്, എന്ത് രാഷ്ട്രീയമാണ്? MA ബേബിയുടെ സ്വന്തം മണ്ഡലമായ കുണ്ടറയിൽ പോലും അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ല. സ്വാഭാവികമായും രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ MA ബേബി MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അത് തീരുമാനിക്കേണ്ടത് CPM-ഉം അതുപോലെ തന്നെ MA ബേബിയുമാണ്. പൂർണ്ണമായും അവരുടെ വിവേചനാധികാരത്തിന് വിധേയമായിട്ടുള്ള കാര്യമാണ്. അല്ല, നിങ്ങളെല്ലാം പൊതുപ്രവർത്തകരാണ്. നിങ്ങൾ നിയമസഭയിലോ പാർലമെന്റിലോ താങ്കളോ MA ബേബിയോ ഇരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന്റെ, അവർ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ്. സ്വന്തം മണ്ഡലത്തിൽ ജനഹിതം MA ബേബിക്ക് എതിരെയാകുമ്പോൾ ശ്രീ NK പ്രേമചന്ദ്രൻ ഒരു അഭിപ്രായം ഉണ്ടാകില്ലേ? തിരിച്ചും വ്യാഖ്യാനിക്കാമല്ലോ. MA ബേബി പാർലമെന്റിലേക്കല്ല, നിയമസഭയിൽ നിലനിൽക്കണം എന്ന താല്പര്യത്തിന്റെ ഭാഗമായിട്ടും വ്യാഖ്യാനിക്കാമല്ലോ അതിനെ. പക്ഷെ ഒരു കാര്യം ഈ കാര്യത്തിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MA ബേബി അദ്ദേഹം അന്ന് പറഞ്ഞു, ASEs MLA-യും അതുപോലെ കോവൂർ കുഞ്ഞുമോൻ MLA-യും ഇടതുപക്ഷ CPM-ൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ടാണ് ഇപ്പോൾ UDF-ൻ്റെ ഭാഗമായത്. ഞാനും അദ്ദേഹവുമായി പങ്കെടുത്ത സകല ചർച്ചകളിലും ഇവർ രണ്ടുപേരും രാജിവെക്കണമെന്ന് ഏറ്റവും നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടയാളാണ് MA ബേബി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചൊക്കെ അവരാണ് ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഇപ്പോൾ സമാനമായിട്ടുള്ള സ്വഭാവത്തിലാണ്. അപ്പോൾ അത് അന്ന് പറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചവറയിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് 14,000 ചില്ലുവാന വോട്ടിൻ്റെ പിന്നിൽ പോയി ചവറ മണ്ഡലത്തിൽ. ഞാൻ രാജിവെച്ചില്ല, പക്ഷേ ഞാനല്ല മത്സരിച്ചതെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് രാജിവെക്കണമെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഞങ്ങൾ മുന്നണി മാറിയപ്പോൾ, പാർട്ടി മുന്നണി മാറിയപ്പോൾ ഞങ്ങളുടെ 2 MLA-മാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട MA ബേബി അത് തിരുത്താൻ തയ്യാറായാൽ മാത്രം മതി.
യഥാർത്ഥ ഇടതുപക്ഷം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. CPIM ആണ് ഇടതുപക്ഷം എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. അവർക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് NK പ്രേമചന്ദ്രൻ പ്രതികരിക്കുകയുണ്ടായി. വീരേന്ദ്രകുമാറിനെ വിട്ടയച്ചതും NK പ്രേമചന്ദ്രനെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയതും ഇടതുപക്ഷത്തെ പിണറായി വിജയൻ തകർക്കുന്നതിൻ്റെ സൂചനകളായി കാണുന്നുണ്ടോ? ഞാനിതിനെ വ്യക്തിയാധിഷ്ഠിതമായി കാണുന്നില്ല. CPM-ന്റെ പ്രവർത്തന രീതി വ്യക്തിയാധിഷ്ഠിതമായിട്ടല്ല, മുന്നണിയെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പറ്റിയാണ് ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്നല്ല, CPM ആസ് എ ഹോൾ. ഇവിടെ ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM-മായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്ക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഇടപെടാൻ ഒരു കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭാവം ഞങ്ങൾ നല്ലതുപോലെ കാണുന്നു. അപ്പോൾ ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തന രീതി എങ്ങോട്ടാണ് ഈ പോകുന്നത്? കാരണം ഞാൻ പറയാം, LDF-ൻ്റെ തന്നെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചാൽ, LDF-ൽ മുൻകാലങ്ങളിൽ ഞങ്ങളുടെ അനുഭവം, LDF പൊതു ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം ആ കാര്യങ്ങൾ ബന്ധപ്പെട്ട പാർട്ടികളിൽ ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ CPM-ൻ്റെ സെക്രട്ടേറിയറ്റും സ്റ്റേറ്റ് കമ്മിറ്റിയും ചേരും. അവർ തീരുമാനിക്കും, നിശ്ചയിക്കും. അതിനുശേഷമേ LDF കൂടൂ. എന്നിട്ട് ഈ തീരുമാനം അവിടെ പറയും. ആ തീരുമാനം നടപ്പാക്കാൻ നിർബന്ധിതമാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ LDF-ലുള്ളത്. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം, ഇന്നലെ ഉൾപ്പെടെ 3 പ്രാവശ്യം UDF-ൻ്റെ യോഗം ചേർന്നു. നാളെ വരെ LDF ചേർന്നിട്ടില്ല. ദേശീയ തലത്തിൽ CPM-ന് 9 സീറ്റുകളാണ് വിജയിക്കാനായത്. 9 MP-മാരാണ് CPM-നുള്ളത്. അഖിലേന്ത്യാ പാർട്ടി എന്ന പദവി, ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടാനുള്ള സാഹചര്യം CPM-നെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. CPI-ക്ക് ആകെ ഒരു MP-ആണുള്ളത്. RSPയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രസക്തി വരും കാലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ലേ? ഇപ്പോൾ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ ഒരു ഘട്ടത്തിൽ 62 പാർലമെൻറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് കേവലം 2 അക്കം തികയാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഒരു സ്വയം വിമർശനത്തിന് വിധേയമാകേണ്ടുന്ന സമയമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള പരിശോധന നടത്തുന്നു. നയപരമായ നിലപാടുകളെ സംബന്ധിച്ചുള്ള പരിശോധന ഞങ്ങൾ നടത്തുന്നു. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ലെങ്കിൽ, കാരണം ഇടതുപക്ഷത്തിന് പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ മുഖം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ നയങ്ങളാണ് പുനഃപരിശോധിക്കേണ്ടത്. വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനമായി ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും CPM എന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നല്ല മൂലധനമുള്ള ആസ്തിയുള്ള പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ജനപക്ഷ നിലപാടുകളിൽ നിന്ന് അകലുകയും അടിസ്ഥാനപരമായിട്ടുള്ള നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ആ വിശ്വാസ തകർച്ചയുടെ ഭാഗമായി തന്നെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ ദയനീയമായിട്ടുള്ള അധപ്പതനത്തിലേക്ക്, തകർച്ചയിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ പോയിട്ടുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമായി ഇപ്പോൾ രാജ്യത്തെമ്പാടും ഒരു BJP തരംഗമുണ്ടാകുമ്പോൾ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയുണ്ട്. എങ്കിൽ പോലും കേരളത്തിൽ 4 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ സൂചനകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തിൻ്റെ സൂചനയാണിത്? CPM-നെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ BJPക്ക് വളരാൻ കഴിയുന്നത് എന്ത് രാഷ്ട്രീയ സൂചനയാണ് തരുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ശൈലിയിലെ വിശ്വാസ തകർച്ചയാണ് ഈ വോട്ട് ഷിഫ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കോൺഗ്രസിൻ്റെ ദയനീയമായിട്ടുള്ള പരാജയം, കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇപ്പോഴുണ്ടായ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം അവർ ഭരണരംഗത്ത് സ്വീകരിച്ചിട്ടുള്ള പല നയങ്ങളാണ്. സാമ്പത്തിക നയങ്ങൾ പ്രത്യേകിച്ചും, അതുപോലെ 2G സ്പെക്ട്രം, കോൾ സ്കാം തുടങ്ങിയിട്ടുള്ള അഴിമതികളോട് സന്ധി ചെയ്ത നിലപാടുകൾ. ഈ നിലപാടുകൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിനേറ്റിട്ടുള്ള ഈ ക്ഷതം.